ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ച് വീട് അലങ്കരിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷനാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോസ് ഈ ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻസിൻ്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ ഇന്നത്തെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറാണ്. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ. അപ്പോൾ ഇനി ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് ഒന്നും ആരും കളയണ്ട. ഇതിൻ്റെ കൂടെ കുറച്ച് ജൂട്ട് ത്രെഡും കുറച്ച് വൂളൻ ത്രെഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ? ഇതാണ് നമ്മളെടുത്തേക്കുന്ന ഈ കണ്ടെയ്നർ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ പോട്ട് അല്ലെങ്കിൽ പ്ലാന്റർ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ജൂട്ട് ത്രെഡ്. ഏത് ടൈപ്പിലുള്ള ജൂട്ട് ത്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഗ്ലൂ ഗൺ. പിന്നെ നമുക്ക് വൂളൻ ത്രെഡ്സ് 3 കളറിൽ വേണം. ഇതൊരു റെഡിഷ് മെറൂൺ കളറിലുള്ളത്, പിന്നെ ബ്ലൂ കളറ്, പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറുള്ളത്. കണ്ടോ? അപ്പം ഇങ്ങനത്തെ 3 കളറുള്ള വൂളൻ ത്രെഡ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം നമുക്ക്. പിന്നെ ഒരു സിസേഴ്സ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടത്. ഇനി ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിലോട്ട് ഈ ജൂട്ട് ത്രെഡ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് അങ്ങനെ മോളീന്ന് ഇങ്ങനെ ഒട്ടിച്ച് പോന്നാൽ മതി. ഗ്യാപ്പൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങനെ ഒട്ടിച്ച് മോളീന്ന് താഴെ വരെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഔട്ട് സൈഡ് ഫുള്ള് നമ്മൾ ഈ ഒരു ജൂട്ട് ത്രെഡ് വെച്ച് കവർ ചെയ്തെടുക്കണം. കണ്ടോ? ഇതുപോലെ. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഞാൻ ഈ പ്ലാന്റേഴ്സ് ഉണ്ടാക്കുമ്പോഴും ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷനൊക്കെ ഉണ്ടാക്കുമ്പോഴും സാധാരണ ഞാൻ ഇങ്ങനെ ഒരു അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഡെക്കറേഷൻസ് ചെയ്യാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു, നല്ല കളർഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ ഒരു കളർഫുൾ ഐറ്റമാണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്. വളരെ കളർഫുള്ളായിട്ടുള്ള നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ ആദ്യം തന്നെ നമ്മുടെ കണ്ണുടക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ വെറുതെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിപ്പോയാൽ മതി. ഇപ്പോൾ ഈ ജൂട്ട് ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ കുറച്ച് ഫ്രീക്വൻ്റായിട്ട് ഈ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ വെറുതെ ചുറ്റി കൊടുത്താൽ മതി. ചുറ്റി ഇങ്ങനെ പോയിട്ട് കുറേ കഴിയുമ്പോൾ ഒന്ന് ഗ്ലൂ വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ തുടക്കത്തിൽ അവസാനവും കുറച്ച് ഫ്രീക്വൻ്റായിട്ട് നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുക, ഇത് അഴിഞ്ഞ് വിട്ട് പോരാതിരിക്കാനായിട്ട്. പിന്നെ കണ്ടോ, ഇപ്പോൾ ഇത്രയായി. ഇനി ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഫുൾ ജൂട്ട് ഒട്ടിച്ചു കൊടുക്കണം, ജൂട്ട് ത്രെഡ്. അപ്പോൾ ഫുള്ള് ജൂട്ട് ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ ടാസിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ റെഡിഷ് മെറൂൺ കളറിലുള്ള ടാസിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. കണ്ടോ? നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ് ആയി എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ജൂട്ട് ത്രെഡ് വേറൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഇതുപോലെ ഈ ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ്, നോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഡബിൾ നോട്ടൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടോ? ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എല്ലാ ത്രെഡും കൂടി കൂട്ടിയിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം. ഒരു 4 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മളിതുപോലെ കെട്ടിക്കൊടുക്കും. കണ്ടോ? ഇതുപോലെ അവിടെയും നമ്മൾ നന്നായിട്ട് നോട്ടിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ഈ അടിഭാഗത്തായിട്ട് നമ്മൾ സിസേഴ്സ് വെച്ച് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മുടെ ടാസിൽസ് റെഡിയായി. ഇനി ഇതിൻ്റെ ആ ഒരു അടിഭാഗത്ത് നന്നായിട്ട് ഒരേ ലെവലിലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയി ഇപ്പം. കണ്ടോ? അപ്പോൾ ഇതുപോലെ 4 മെറൂൺ കളറിലുള്ള 4 ഗ്രീൻ കളറിലുള്ള 4 ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലൂ കളറിലുള്ളത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കണ്ടോ. ഇതുപോലെ നമ്മളൊരു ത്രെഡിൻ്റെ ഇത് വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ? കാർഡ്ബോർഡ് പീസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുക.
മുകൾ ഭാഗത്തായിട്ട് വീണ്ടും ഒന്ന് എല്ലാ ത്രെഡും കൂടി കൂട്ടി ഒന്നിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു ബോൾ പോലെ വരും അതിൻ്റെ മുകൾ ഭാഗത്ത്. അത് കാണാനും നല്ല രസമാണ്. അങ്ങനെ മുകൾ ഭാഗത്ത് ഒരു ഡിസൈൻ പോലെ ഇതുപോലെ നോട്ടിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ആ ത്രെഡ് കട്ട് ചെയ്ത് കളയുക. ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, എന്നിട്ട് പിന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടാസിൽസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലോട്ട്, പോട്ടിലോട്ട് നമ്മൾ ഈ ടാസിൽസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഒട്ടിക്കാം. കളറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ കഴിഞ്ഞിട്ട് മെറൂൺ ഒട്ടിച്ചു കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ബ്ലൂ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ഒരേ ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു മനക്കണക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ഒരേ ഡിസ്റ്റൻസിൽ. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പോട്ടിൻ്റെ ചുറ്റും നമ്മളിതുപോലെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റർ ഡെക്കറേഷൻ. അപ്പോൾ ഏകദേശം പ്ലാന്റർ കഴിയാറായി. കണ്ടോ, സിമ്പിളല്ലേ? ഈ ഒരു ജൂട്ട് ത്രെഡ് ചുറ്റിയെടുക്കാനുള്ള സമയവും ഈ ടാസിൽസ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയവും മതി. അപ്പോൾ നമ്മുടെ ഈ കളർഫുള്ളായിട്ടുള്ള പ്ലാന്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനത്തെ വൂളൻ ത്രെഡ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റർ ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ ഈ വൂളൻ ത്രെഡ് നമ്മളിങ്ങനെ ഡബിൾ ലെയർ ആയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കണക്കാക്കിയിട്ട് ഇതുപോലെ ഡബിൾ ലെയർ ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കും. അപ്പോൾ നമുക്കിപ്പം ഇങ്ങനത്തെ 6 സെറ്റ് വേണം കേട്ടോ. 6 സെറ്റ് ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് നോട്ടൊക്കെ ഇട്ട് ഇത് ഹാങ്ങറാക്കി മാറ്റാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ വൂളൻ ത്രെഡ് ഇങ്ങനെ 6 എണ്ണമുള്ള ഈ വൂളൻ ത്രെഡ് നമ്മളിതാ ഇങ്ങനെ ഒരു ഹൂക്കിൽ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള നോട്ടാട്ടോ. മുകൾ ഭാഗത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു നോട്ടിട്ട് കൊടുക്കാൻ പോണ്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാനുള്ള ഒരു ഹൂക്ക് പോലെയായി അവിടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തൊരു ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ബീഡ് നമ്മൾ ഇതുമേ കൂടെ കോർത്തിട്ട് കണ്ടോ, എന്നിട്ട് വീണ്ടും നമ്മളിവിടെ ഒരു നോട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഹാങ്ങറിൻ്റെ ഈ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതിനകത്ത് ആ പ്ലാന്റർ പോട്ട് വെച്ച് കൊടുക്കുന്ന ഏകദേശം ഒരു ലെവൽ കണക്കാക്കിയിട്ട് അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മളിങ്ങനെ നോട്ടിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ രണ്ട് ഇത് സ്ട്രാൻഡ്സ് വെച്ചാണ് നമ്മൾ നോട്ടിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെറുതെ സിമ്പിൾ നോട്ടിട്ടാൽ മതി. ഇതിന് തൊട്ടടുത്തുള്ള 2 എണ്ണം എടുത്തിട്ട് അടുത്ത നോട്ടിട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരേ ലെവലിൽ ആക്കിയിട്ട് വേണം കേട്ടോ. ഒരേ ലെവലിൽ വേണം നമ്മൾ നോട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത 2 എണ്ണം അപ്പോൾ അങ്ങനെ 2 എണ്ണം വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 6 നോട്ടിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അടുത്തടുത്തുള്ള ഈ 2 ഇതുണ്ടല്ലോ, അതിനകത്തുനിന്ന് ഇപ്പം റൈറ്റ് സൈഡിലുള്ള ഇതിൽ നിന്ന് ഒരെണ്ണവും ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഇതിൽ നിന്ന് ഒരെണ്ണവും എടുത്തിട്ട് നമ്മൾ നോട്ടിട്ട് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ. ഇതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരിതെടുക്കുക. തൊട്ടടുത്തുള്ളതിന്ന് ഇതിൻ്റെ ഈ ബാക്കി വന്ന ഈ ഒരു ഇതും അതിനകത്തുനിന്ന് ഒരു സ്ട്രാൻഡും കൂടി എടുത്തിട്ട് നമ്മളിതുപോലെ നോട്ടിട്ട് കൊടുക്കുക.
ഇതുപോലെ അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. തൊട്ടടുത്തടുത്തുള്ള ഇത് ഓരോ സെറ്റിൻ്റെയും ഓരോരോ സ്ട്രാൻഡ് വെച്ചിട്ട് എടുത്ത് കൂട്ടിക്കെട്ടാം. ഏകദേശം ഒരേ ലെവലിലാണെന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഇപ്പം 2 സെറ്റ് നോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു സെറ്റ് കൂടി ഇട്ട് കൊടുക്കണം. വീണ്ടും ഇതുപോലെ തന്നെ തൊട്ടടുത്തടുത്തുള്ള ഓരോ സെറ്റിൻ്റെ ഓരോ സ്ട്രാൻഡ്സ് ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ളത് നോക്കിയിട്ട് നോട്ടിട്ട് കൊടുക്കുക. ഇനി ഒരു സെറ്റും കൂടി നോട്ടിട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മളിതിങ്ങനെ കൂടുതൽ ഇതുപോലെ ചെയ്യും തോറും നമ്മൾ അത് പോട്ടിറക്കി വെച്ച് കഴിയുമ്പോൾ ഭംഗി കൂടും കേട്ടോ. നമ്മൾ എത്രത്തോളം ഇതുപോലെ നോട്ടിട്ട് കൊടുക്കുന്നു അതൊരു ഡിസൈൻ പോലെ വരും അതിനകത്ത്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ നോട്ടുകളും ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് എല്ലാ ത്രെഡും കൂടി കൂട്ടി ഒന്ന് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അടിഭാഗത്തും നമ്മളൊരു ഇതുപോലെ മുത്ത് കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ മുത്ത് കോർത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു എല്ലാ ത്രെഡും കൂടി ഇതുപോലെ കൂട്ടിയിട്ട് ഒരു നോട്ടിട്ട് കൊടുക്കാം. കണ്ടോ? ഇനി ഇതിൻ്റെ ഈ അടിഭാഗത്തുള്ള ഈ ടാസിൽസ് പോലെയുള്ളത് നമുക്കൊന്ന് ചീപ്പൊക്കെ വെച്ചൊന്ന് ഈരി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ത്രെഡൊക്കെ ഇതായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് കണ്ടോ ഇതുപോലെ. എന്നിട്ട് ഇനി ഇതൊന്ന് ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്ലാന്റർ ഇറക്കി വെച്ചിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ ശരിക്കും കാണാൻ പറ്റും. 2 ഇതുപോലെ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്, 2 എണ്ണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതുപോലെ ഇങ്ങനെ ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ലെവലിൽ ഇതിങ്ങനെ ഹാങ് ചെയ്യാനാണ്. അപ്പോൾ ഈ 2 ഹാങ്ങേഴ്സും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അതേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതാ ഇതുമ്മ നമ്മൾ ആ ഹൂക്കുമ്മ ഇത് തൂക്കിയിട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാന്റർ വെക്കാൻ പോകണം. ഇതിനകത്ത് ഞാനൊരു മണി പ്ലാന്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ത്രെഡ് നമ്മളൊന്ന് പതുക്കെ അകത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു വൂളൻ ത്രെഡ് ഉണ്ടല്ലോ അതെല്ലാം ഒരേ ഡിസ്റ്റൻസിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ പ്ലാന്റർ അതിൻ്റെ അടിയിലേക്ക് ഇറക്കാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. കണ്ടോ? ഇതുപോലെ ആ ത്രെഡൊക്കെ ഒന്ന് ഒരേ ഡിസ്റ്റൻസിലായിട്ടൊന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റർ അങ്ങ് അതിൻ്റെ അടിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോക്കോളും. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഈ ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു അസെൻഡിങ് ഡിസൈനിലാണ് നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ പോകുന്നത്. പിന്നെ മൊത്തത്തിലൊരു കളർഫുള്ളാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ വീഡിയോൻ്റെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ ജൂട്ട് ത്രെഡും വൂളൻ ത്രെഡും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നല്ല കളർഫുള്ളാണ്, മനോഹരമാണ്, എന്നാൽ വളരെ സിമ്പിളുമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.